ഹലോ, അപ്പോൾ നമുക്ക് PYQ ജിംഖാനയുടെ പുതിയൊരു സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷനിലാണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മെയിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ബേസിസിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ PYQസും കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ JRF ട്രാക്ക് ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഇപ്പോഴും ഓൺഗോയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഐഫർ ഒരു 4 വർഷമായിട്ട് 300+ JRF ഹോൾഡേഴ്സിനെയും അതുപോലെ തന്നെ 2000+ നെറ്റ് ഹോൾഡേഴ്സിനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ജേണിയുടെ ഭാഗമാവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കൃത്യമായിട്ട് വീണ്ടും ഒരു മെൻറ്ററിങ് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിൽ ജോയിൻ ആവുക. അപ്പോൾ ഇവിടെ നമുക്ക് ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1-to-1 ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. എജൂറിയൽസ് ഉണ്ട്. ദെൻ JRF ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും. ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിലൊന്ന് ജോയിൻ ചെയ്യുക. ദെൻ നമുക്ക് പല വിധത്തിലുള്ള ഓഫേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റുഡൻറ്റ് ഓഫേഴ്സ്, മദർ ഓഫേഴ്സ് പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫേഴ്സും അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഫ്രീ ഗൈഡൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗൈഡൻസ് ഗ്രൂപ്പുകൾ ഉണ്ട്. പേപ്പർ 1നും പേപ്പർ 2നും ആയിട്ട് ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മോണിറ്ററി മെഷർ ഫോർ കറക്റ്റിംഗ് ഡിസിക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യം അവരുടെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എപ്പോഴും എന്തായിരിക്കണം, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കണം. അത് ഡിസിക്വിലിബ്രിയം ആവുന്നത് 2 സ്റ്റേറ്റ്സിലാണ്. ഒന്നാമത്തത് ഇമ്പോർട്ട്സ് കൂടുകയും എക്സ്പോർട്ട്സ് കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതിനെ നമ്മൾ ഡെഫിസിറ്റ് എന്ന് വിളിക്കും, അല്ലേ? ദെൻ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് ആണ് എക്സ്പോർട്ട് കൂടുകയും ഇമ്പോർട്ട് കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതിനെ നമ്മൾ സർപ്ലസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷനാണ് എന്ത്, ഡിസിക്വിലിബ്രിയം ആയിട്ട് പറയപ്പെടുന്നത്. ഇനി ഈ ഡിസിക്വിലിബ്രിയത്തിൽ നിന്ന് അതിനെ ഒരു ഇക്വിലിബ്രിയം പോയിന്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെഷേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ മോണിറ്ററി മെഷറും നോൺ മോണിറ്ററി മെഷേഴ്സും ഉണ്ട്. അതിലെ നോൺ മോണിറ്ററി മെഷറിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മോണിറ്ററി കോൺട്രാക്ഷൻ തന്നിട്ടുണ്ട്. ഈ മോണിറ്ററി കോൺട്രാക്ഷൻ ഒന്നും പഠിക്കാതെ പോകുന്ന ഒരാൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മോണിറ്ററി കോൺട്രാക്ഷൻ എല്ലാമെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവിടെ ഒരു മോണിറ്ററി എന്നുള്ളൊരു വേർഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മോണിറ്ററി കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി സപ്ലൈ ടൈറ്റൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മണി സപ്ലൈ ടൈറ്റൻ ചെയ്തുകൊണ്ട് നമ്മുടെ എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതാണ് ഈ മോണിറ്ററി കോൺട്രാക്ഷനിലൂടെ ചെയ്യുന്നത്. അതൊരു മോണിറ്ററി പോളിസിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഡീവാലുവേഷൻ. ഡീവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസീൻ്റെ വാല്യൂ കുറച്ചുകൊണ്ട് എക്സ്പോർട്ട് കൂട്ടുന്നതിനെയാണ് എന്ത്, ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇതും എന്താണ്, ഒരു മണി സപ്ലൈയുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ഇതും എന്താണ്, മോണിറ്ററി മെഷറാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് എക്സ്ചേഞ്ച് കൺട്രോൾ. എക്സ്ചേഞ്ച് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോറിൻ കറൻസീസിൻ്റെ ഫ്ലോ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കൺട്രോൾസ് വെക്കുന്നു. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ചിൽ കൺട്രോൾസ് വെക്കുന്നു. അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതും എന്താണ്, മണി സപ്ലൈയുമായിട്ട് റിലേറ്റഡ് ആണ്. സോ അതും എന്താണ്, മോണിറ്ററി മെഷറാണ്. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അബോളിഷൻ ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് എന്നുള്ളതാണ്. ഇത് ഫിനാൻഷ്യൽ പോളിസിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, സോറി, ഫിസിക്കൽ പോളിസിയുമായി
റിലേറ്റഡ് ആണ്. ഒരു ടാക്സേഷൻ്റെ ഒക്കെ ഒരു ഭാഗത്തുള്ളതാണ് ഈ ഒരു എവല്യൂഷൻ ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് എവല്യൂഷൻ ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ എല്ലാവരും ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് കാലങ്ങളായി പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് WTO അല്ലേ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എന്നാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നിട്ടുള്ളത്? 1995 അപ്പോൾ B4 കണക്റ്റഡ് ആണ്. ഇവിടെ B4 ആയിട്ടുള്ളത് ഒരൊറ്റ ഓപ്ഷനിലാണ്, അത് ഓപ്ഷൻ ബിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ബാക്കിയുള്ള നെക്സ്റ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അത് നമ്മുടെ 1964 വന്നിട്ടുള്ളത്. ദെൻ നാഫ്ത, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, അത് വന്നിട്ടുള്ളത് 1994. ദെൻ ആസിയാൻ വന്നിട്ടുള്ളത് 1967. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇതും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ 2024 സെഷനിൽ ചോദിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഡയറക്റ്റ് ആണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കട്ട് ഓഫ് അത്രയും ഹൈ ആയിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ ഒരു നീഡ് ഹയറാർക്കീൻ്റെ ബേസിൽ, നമ്മുടെ മാസ്ലോൻ്റെ നീഡ് ഹയറാർക്കീൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് എംപ്ലോയീൻ്റെ ആസ്പെക്റ്റുകൾ തന്നിട്ടുണ്ട്. അതിനൊന്ന് ഓർഡർ ചെയ്യാനാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്കറിയാം മാസ്ലോൻ്റെ നീഡ് ഹയറാർക്കി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഏതാണ്? ബേസിക് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഓക്കെ, നീഡ്സ് ആണ്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ് ആണ്. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സോഷ്യൽ നീഡ്സ് ആണ്. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എസ്റ്റീം നീഡാണ്. ദെൻ ലാസ്റ്റ് വൺ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ളതാണ് ഇവിടെ വരിക. ഒരു എംപ്ലോയീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഏതാണ് അയാൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വരിക? സാലറി, അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കൽ ഏതാ വരിക? വർക്ക് പ്ലേസ് കണ്ടീഷൻ അല്ലേ. വർക്ക് പ്ലേസ് കണ്ടീഷനാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഫസ്റ്റ് വരിക. ദെൻ നെക്സ്റ്റ് വരെ എന്താണ്? സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്. അപ്പോൾ ഏതാണ് നെക്സ്റ്റ്? സേഫ്റ്റി, വർക്ക് സേഫ്റ്റി എന്നുള്ളതാണ് സെക്കൻഡ് വരിക. ദെൻ നമുക്ക് വരുന്നത് സോഷ്യൽ നീഡ്സ് ആണ്, അതായത് അവർക്കൊരു റിലേഷൻഷിപ്പ് നീഡ്സ് ആണ് വരുന്നത്. ബാക്കിയുള്ള രണ്ട് നീഡ്സിനെയും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സോഷ്യൽ നീഡ്സ് ആണ്. അപ്പോൾ അതിൽ സോഷ്യൽ ഓർ റിലേഷൻഷിപ്പ് നീഡ്സ് ആണ്. അപ്പോൾ അതിലേതാ വരിക? കോയേഴ്സീവ് ആൻഡ് സപ്പോർട്ടീവ് കോവർക്കേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമതായിട്ട് വരുന്നത് ഇതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എസ്റ്റീം നീഡാണ്. എസ്റ്റീം നീഡ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ ഒരു സോഷ്യൽ നീഡും സാറ്റിസ്ഫൈഡ് ആയി, പിന്നീട് ഒരു പ്രൊമോഷൻ വേണം, കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലികൾ വേണം എന്നുള്ളൊരു നീഡ് വരികയാണ്. അപ്പോൾ ഏതാ വരിക? നമ്മുടെ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് ആണ് എസ്റ്റീം നീഡിന് എക്സാമ്പിൾ. ഓക്കെ, ഇനി ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ. അയാൾക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരുന്ന ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത്. അത് ഏതാണ്? നമ്മുടെ ജോബ് ചലഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ബി ആണ് ഫസ്റ്റ് വരിക. ദെൻ നെക്സ്റ്റ് വരുന്നത് വർക്ക് സേഫ്റ്റി ആണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം തന്നെ ഓപ്ഷൻ കിട്ടി, ആൻസർ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ആദ്യം വർക്ക് പ്ലേസ് കണ്ടീഷൻ, ദെൻ വർക്ക് സേഫ്റ്റി, ദെൻ അത് കഴിഞ്ഞിട്ട് കോയേഴ്സീവ് ആൻഡ് സപ്പോർട്ടീവ് വർക്കേഴ്സ്, പിന്നെ റെസ്പോൺസിബിലിറ്റീസ്, ജോബ് ചലഞ്ച്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു നീഡ് ഹയറാർക്കി തിയറിയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ +2 മുതലേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരുന്നു? ആൻസർ ബി ആണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഒരു മാസ്ലോ ഹൈറാർക്കിൻ്റെ ഒരു ഹൈറാർക്കി സ്ട്രക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് which one of the following is not the behavioral factor of the customer profile involved in tactical targeting? നമ്മൾ ടാക്റ്റിക്കൽ ടാർഗറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ പ്രൊഫൈൽ അനലൈസ് ചെയ്യും. ആ ഒരു സമയത്ത് കസ്റ്റമർ പ്രൊഫൈലിനെ അഫക്റ്റ് ചെയ്യുന്ന ബിഹേവിയറൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബിഹേവിയറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺസ്യൂമറിൻ്റെ ഹാബിറ്റ്സ്, അതുപോലെ അയാളുടെ ആക്ഷൻസ്, ദെൻ പ്രിഫറൻസസ് ഒക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് പർച്ചേസ് ഫ്രീക്വൻസി. അതായത് ഒരു പ്രോഡക്റ്റ് അതിൽ അയാൾ അഡിക്റ്റഡ് ആണ്, അയാൾക്ക് അതിലൊരു ഹാബിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അത് ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇതെന്താണ്? ഒരു ബിഹേവിയറൽ ഫാക്ടറാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻകം ആണ്. ഇൻകം എന്ന് പറയുമ്പോൾ അത് ഡെമോഗ്രാഫിക് ഫാക്ടറാണ്. ഓക്കെ, ഡെമോഗ്രാഫിക് ഫാക്ടറാണ് ഒരു ഫാക്ടർ. കാരണം നമുക്ക് ഒരു കൺസ്യൂമറിൻ്റെ നിലവാരം അല്ലെങ്കിൽ അയാളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ലിവിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻകം എന്താണ്? ഒരു ഡെമോഗ്രാഫിക് ഫാക്ടറാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. പർച്ചേസ് ക്വാണ്ടിറ്റി, നമ്മൾ പർച്ചേസ് ഫ്രീക്വൻസിയിൽ പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ അകത്ത് അയാൾക്കൊരു ഹാബിറ്റ് ഉണ്ട്, ഒരു അഡിക്ഷൻ ഉണ്ട്, അയാളത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അയാൾ ആ ഒരു പ്രോഡക്റ്റ് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങും. ഓക്കെ, അപ്പോൾ ഈ ഒരു പർച്ചേസ് ക്വാണ്ടിറ്റി എന്ത് തന്നെയാണ്? ബിഹേവിയറൽ ഫാക്ടറിന് എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് ആണ് പ്രൈസ് സെൻസിറ്റിവിറ്റി. ഓക്കെ, ഇത് പ്രൈസിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ. അപ്പോൾ പ്രൈസ് സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ബിഹേവിയറൽ ഫാക്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതും എന്താണ്? ഈ ഒരു ബിഹേവിയറൽ ഫാക്ടറിന് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്ന നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ യോജനാസ്. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോജക്ട്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്തുള്ള ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും അത് അഫോർഡബിളി ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എന്ത്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് PM ജൻധൻ യോജന, അതുപോലെ തന്നെ ആധാർ, ദെൻ മുദ്ര ലോൺസ് ഒക്കെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിലൂടെ നമുക്ക് പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ എംപവർമെൻറ്റ് കൊണ്ടുവരിക, ഇൻഇക്വാലിറ്റി കുറക്കുക, അത്തരം കാര്യങ്ങളാണ് ഇന്ത്യ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോജക്ട്സ് അല്ലെങ്കിൽ യോജനാസ് തന്നിട്ടുണ്ട്. അതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണാണ് PM ജൻധൻ യോജന. PM ജൻധൻ യോജന നമ്മുടെ BJP ഗവൺമെൻറ് വന്ന അതേ വർഷത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളൊരു പോളിസി യോജനയാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റാണ് PM ജൻധൻ യോജന എന്നുള്ളത്. അപ്പോൾ എന്നാണ് BJP ഗവൺമെൻറ് വന്നത്? 2014. അപ്പോൾ PM ജൻധൻ യോജന ഏതിലാണ് റിലേറ്റഡ് ആവുക? ഈ ഒരു 2014 റിലേറ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ PM മുദ്ര. PM ജൻധൻ യോജന വന്നു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് PM മുദ്ര വന്നത്. PM മുദ്ര വന്നത് 2015. നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡപ്പ് ഇന്ത്യ. സ്റ്റാൻഡപ്പ് ഇന്ത്യ ഇവിടുന്ന് ഒരു വർഷം കഴിയുമ്പോഴാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ വന്നിട്ടുള്ളത്. അപ്പോൾ 2016 സ്റ്റാൻഡപ്പ് ഇന്ത്യ വന്നിട്ടുള്ളത്. ദെൻ വയാവന്ദന 2017. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ക്രോണോളജി കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു PM ജൻധൻ യോജന ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. PM ജൻധൻ യോജന 2014, ഓപ്ഷൻ A 2 റിലേറ്റഡ് ആണ്. ദെൻ PM മുദ്ര 2015. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ അപ്പോൾ തന്നെ കിട്ടി കഴിഞ്ഞു. എന്താണ്? ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രോണോളജി പഠിച്ച് വെക്കുക. കുറച്ചും കൂടെ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ യോജനാസിൻ്റെ ഇയറും അതിൻ്റെ പർപ്പസുകളൊക്കെ പഠിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ PM ജൻധൻ യോജന എന്ന് പറയുമ്പോൾ അവിടെ ബാങ്ക് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു ബാങ്ക് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് PM ജൻധൻ യോജന വഴി ഗവൺമെൻറ് ചെയ്യുന്നത്. ദെൻ PM
മുദ്ര യോജന എന്ന് പറയുമ്പോൾ ഓഫർ മൈക്രോ ഫിനാൻസ് ടു നോൺ കോർപ്പറേറ്റ് നോൺ ഫാം സ്മോൾ ഓർ മൈക്രോ എൻ്റർപ്രൈസസ്. ഓക്കെ, മുദ്ര ലോൺസ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്മോൾ ആൻഡ് മൈക്രോ എൻ്റർപ്രൈസസിനൊക്കെ മൈക്രോ ഫിനാൻസുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ സ്റ്റാൻഡപ്പ് ഇന്ത്യ, ബാങ്ക് ലോൺസ് ടു SC or ST ആൻഡ് വുമൺ എൻ്റർപ്രണേഴ്സ്. ഓക്കെ, വയോവന്ദന സീനിയർ സിറ്റിസൺസിന് ഓഫറിംഗ് പെൻഷൻ പ്ലാൻസ് ത്രൂ LIC, അതാണ് വയോവന്ദൻ യോജന. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഈ ഒരു ഇതിൽ നമ്മൾ എക്കണോമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് കർവ്സ് കനോട്ട് ബി യു ഷേപ്ഡ്? യു ഷേപ്ഡ് അല്ലാത്ത കർവ് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ വരിക? നമുക്കറിയാം AFC കർവാണ് ഇതിൽ യു ഷേപ്ഡ് അല്ലാത്ത കർവ്. AVC കർവും AVC കർവ് അതുപോലെ തന്നെ AC കർവ് MC കർവ് എല്ലാം യു ഷേപ്ഡ് ആണ്. ഇതിൽ AFC കർവ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു കണ്ടിന്യൂസ്ലി ഒരു സ്ലോപ്പിംഗ് ആണത്. ഓക്കെ, കണ്ടിന്യൂസ്ലി ഡിമിനിഷിങ് ആണ്. അതുകൊണ്ട് തന്നെ അതിനൊരു സ്ലോപ്പ് ഡൗൺ ആയിട്ടുള്ള കർവാണ് വരുന്നത്. അപ്പോൾ ഇവിടെ യു ഷേപ്ഡ് അല്ലാത്തൊരു കർവ് വരുന്നത് AFC കർവാണ്. ബാക്കിയുള്ളതെല്ലാം ആദ്യം ഇനീഷ്യലി ഒന്ന് ഡിക്രീസ്ഡ് ആയി, പിന്നെ അതൊരു മിനിമം പോയിന്റിലെത്തി, പിന്നീട് റേസ് ചെയ്യുന്ന ഒരു കർവ്സ് ആണ് ബാക്കിയുള്ള AVC, ആവറേജ് വാരിയബിൾ കോസ്റ്റ് കർവിനും അതുപോലെ തന്നെ ആവറേജ് കോസ്റ്റ് കർവിനും അതുപോലെ നമ്മുടെ മാർജിനൽ കോസ്റ്റ് കർവിനും ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ MC കർവ്, AC കർവ്, AVC കർവ്, AFC കർവ്. ഓക്കെ, അപ്പോൾ AFC കർവ് കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് ഡൗൺ ആണ്, അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡൗൺ ആണ്. അതുപോലെ തന്നെ അതിങ്ങനെ ഒരു ഡിമിനിഷിങ് കർവാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, സീറോയിൽ ഒരിക്കലും ടച്ച് ചെയ്യില്ല, അതിങ്ങനെ പാരലലായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ബാക്കിയുള്ള എല്ലാ കർവുകളും എന്താണ്, ഒരു യു ഷേപ്ഡ് ആയിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ MC കർവ് AVC കർവിൻ്റെയും AC കർവിൻ്റെയും മിനിമം പോയിന്റിൽ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കോസി കോൺട്രാക്ട്സ് ആർ ബേസ്ഡ് ഓൺ ദ ഡോക്ട്രൈൻ ഓഫ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോസി കോൺട്രാക്ട്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ആൻസർ ചെയ്തേ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് കോസി കോൺട്രാക്ട്സ്? എന്താണ് കോസി കോൺട്രാക്ട്സ്? നമുക്കറിയാം മറ്റൊരാളുടെ നഷ്ടത്തിൽ വേറൊരാൾക്ക് ഒരു ഗെയിൻ ഉണ്ടാവരുത് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റാണ് കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ ഒരു അൺജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള അൺജസ്റ്റിസ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു എൻറിച്ച്മെൻറ്റ് എന്ത് ചെയ്യരുത്, മറ്റൊരാൾക്ക് കിട്ടരുത് എന്നുള്ള ഒരു പ്രിൻസിപ്പിളിലാണ് കോസി കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു കോൺട്രാക്റ്റ് അല്ല, പക്ഷെ അതിനെന്തുണ്ട്, ഒരു ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഇതിൽ ആ ഒരു ടേമിൽ തന്നെ ഉണ്ട്, അതായത് അൺജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു എൻറിച്ച്മെൻറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് മറ്റൊരാൾക്ക് കിട്ടരുത്. ഓക്കെ, അതാണ് കോസി കോൺട്രാക്ട്സിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ. അതാണ് ഈ ഒരു ഡോക്ട്രൈൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ, ഓപ്ഷൻ A ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ബാക്കിയുള്ള ഈ ഒരു ജസ്റ്റ് എൻറിച്ച്മെൻറ്റ്, അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ് ഇതൊന്നും എന്തല്ല, ഒരു വാലിഡ് ടേംസ് അല്ല, വാലിഡ് ടേംസ് അല്ല. അതുപോലെ തന്നെ മിസ്റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് കോസി കോൺട്രാക്റ്റുമായിട്ട് ഒട്ടും റിലേറ്റഡ് അല്ല. ഓക്കെ, അത് നമ്മൾ ആ ഒരു എന്താ പറയുക, ഫ്രീ കൺസെൻറ്റ് എന്നുള്ളതിൽ ഭാഗമായിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതും എന്തല്ല, ഈ ഒരു കോസി കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റഡ് അല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇതും ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഇഫ് ന്യൂ കോൺട്രാക്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ പ്ലേസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ഇറ്റ് ഈസ് കോൾഡ്. അതായത് ഒരു എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിനെ
റീപ്ലേസ് ചെയ്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പുതിയ കോൺട്രാക്റ്റ് വെക്കുന്നു. അതിനെ വിളിക്കുന്നത് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ അറിയാം വേവർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഡെലിബറേറ്റ് ഗിവിംഗ് അപ്പ് ആണ്. ഓക്കെ, ഒരു ഡെലിബറേറ്റ് ഗിവിംഗ് അപ്പ് ആണ് എന്ത് നമ്മുടെ വേവർ എന്ന് പറയുന്നത്. റെമിഷൻ എന്ന് പറയുമ്പോൾ ഒരു ലെസ്സർ എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു കൺസിഡറേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനേക്കാൾ താഴെ ആയിട്ടുള്ള ഒരു ലെസ്സർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് കൺസിഡറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് റെമിഷൻ എന്ന് പറയാം. നെക്സ്റ്റ് നൊവേഷൻ. നൊവേഷൻ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രാക്റ്റിനെ ഒരു പുതിയ കോൺട്രാക്റ്റ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, നൊവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഓൾട്രേഷൻ. ഓൾട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിനകത്തുള്ള ചില ടേംസ് മാത്രം ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഓൾട്രേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ടേംസും കൂടെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. നമ്മളൊരു PYQ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആൻസർ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമല്ല നോക്കേണ്ടത്, അതിൻ്റെ അതർ ഓപ്ഷൻസ് എങ്ങനെയാണ് വന്നത്, അതെന്തുകൊണ്ട് റിജക്റ്റ് ആയി പോയി എന്നുള്ള കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഓക്കെ, ആൻസർ സി ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, when all the factors of production are changed in the same proportion it is called. അതായത് നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യുന്നത് ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ് അല്ലേ. ദെൻ ഈ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എയും സിയും കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എയും സിയും വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഉണ്ട്, ഇതാണ്. പിന്നെ നമുക്ക് വരുന്നതാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്നുള്ളത്. അപ്പോൾ ഇതിലെല്ലാം എന്താണ്, സെയിം പ്രൊപ്പോർഷനിലാണ് എല്ലാ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദെൻ ഇവിടെ നമുക്ക് ലോ ഓഫ് ഈക്വൽ പ്രൊപ്പോർഷൻ, ഇത് ഇങ്ങനൊരു കോൺസെപ്റ്റേ ഇല്ല. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതും ക്യാൻസലായി പോവും. ഓക്കെ, ബാക്കിയുള്ളത് ഇതാണ്. ഈ ഒരു സി എന്നുള്ളതിൽ എ എന്നുള്ള ഓപ്ഷൻ ഇല്ല. സോ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്ഷനിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ ഈ ഒരു ലോ ഓഫ് റിട്ടേൺ ടു ഫാക്ടറിൽ ഓൺലി വൺ ഫാക്ടർ ആണ് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കാത്തത്. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ACE എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ കുറച്ച് മാനേജ്മെൻറ്റ് റിസർച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിനെ അസെൻഡിങ് ഓർഡറിലാക്കണം. ഓക്കെ, ഒരു മാനേജർ ഫേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനെന്ത് ചെയ്യണം, ഒരു അസെൻഡിങ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് വൺ മാനേജ്മെൻറ്റ് ദിലേമ. മാനേജ്മെൻറ്റ് ദിലേമ എന്ന് പറയുമ്പോൾ ഒരു വൈഡ് കോൺസെപ്റ്റാണ്. ഓക്കെ, വൈഡ് ആയിട്ടുള്ളൊരു, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് മാനേജർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്നതാണ് എന്ത്, മാനേജ്മെൻറ്റ് ദിലേമ എന്നുള്ളത്. അപ്പോൾ ഇതൊരു വൈഡായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വരേണ്ടത്. ദെൻ നെക്സ്റ്റ് നമ്മൾ അതിനെ ഒരു മാനേജറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും അൺഇമ്പോർട്ടൻ്റ് ആയതൊക്കെ ഇതിലുണ്ടാവും. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയതിനെ മാത്രം എടുക്കുന്നതാണ് ഇത് മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് സി ആണ്. ദെൻ എ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യനെ നമ്മളൊരു റിസർച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് ഫോം ചെയ്യണം. ഓക്കെ, ഈ ഒരു മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ പാർട്ട് തന്നെയാണ്, പക്ഷെ എന്താണ്, അതൊരു റിസർച്ച് ക്വസ്റ്റ്യനിലോട്ട്, ഒരു റിസർച്ചിൻ്റെ ആസ്പെക്റ്റിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരികയാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരിക ഡി ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് റിസർച്ച് ക്വസ്റ്റ്യൻ മാറി അതിനെ വീണ്ടും സ്പെസിഫിക് ആക്കുന്നു. അതിനെ ഈ ഒരു റിസർച്ച് ക്വസ്റ്റ്യനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നു, അതിനെ ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നു. അപ്പോൾ അതിൽ നെക്സ്റ്റ് വരിക നമുക്ക് ഇ ആണ്. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്നത് ഏറ്റവും ലാസ്റ്റ് അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏത്, മെഷർമെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പോൾ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ സർവേ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റുമ്പോൾ ഇതാണ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് വരിക. ഓക്കെ, ഏറ്റവും ജനറൽ ആയിട്ട് വരുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് ദിലേമയാണ്. ദെൻ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് വരുന്നത് ഏതാണ്, മെഷർമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. കാരണം ഇവിടെ സി ആണ് ഫസ്റ്റ് വരിക, ദെൻ ബി ആണ് ലാസ്റ്റ് വരിക. ഓക്കെ, സി ഫസ്റ്റും ബി ലാസ്റ്റും വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്തരത്തിൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടും. ഓക്കെ, ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സോഷ്യൽ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം? അതായത് ഈ തന്നിട്ടുള്ളതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. ഇതിൽ സോഷ്യൽ നെറ്റ്വർക്ക് അല്ലാത്തത് ഏതാന്നുള്ളതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫേസ്ബുക്കിൽ എന്തുണ്ട്, ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ട്, അതിലൊരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ, ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ബ്ലോഗ്സ് ആണ്. ബ്ലോഗ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ട്, പക്ഷെ അവിടെ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, ഇൻട്രാക്ഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നോട്ട് എ സോഷ്യൽ നെറ്റ്വർക്ക് എന്നാണ്. നമ്മൾ എക്സാം ടൈമിൽ എപ്പോഴും വിട്ടുപോകുന്നതാണ് ഈ നോട്ടൊക്കെ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കണം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെടാത്തത് അപ്പോൾ ഏതാണ്, അതൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്ക് അല്ല ബ്ലോഗ്സ്. അതിൽ റെസ്പോൺസ് കുറവായിരിക്കും, അതായത് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് പറ്റുന്നില്ല ബ്ലോഗ്സിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്, ബ്ലോഗ്സ് ആണ്. ബാക്കിയുള്ള ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് ഇതൊക്കെ എന്താണ്, ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ്. അതിലൊരു ഇൻട്രാക്ഷൻ കാര്യങ്ങൾ, അതിൽ തന്നെ റിയാക്ഷൻ കാര്യങ്ങൾ നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബൊക്കെ സോഷ്യൽ നെറ്റ്വർക്കുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. പക്ഷേ ബ്ലോഗ്സ് എന്തല്ല, അങ്ങനെ ഒരു സോഷ്യൽ നെറ്റ്വർക്കുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ബ്രെയിൻ സ്റ്റോമിങ് ആസ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക് ഈസ് ഹൈ? അതായത് കുറച്ച് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ ബ്രെയിൻ സ്റ്റോമിങ് വളരെ എഫക്റ്റീവായിട്ട് നടക്കുക ഏതിലാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സോഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്താണ്, ഒരു പ്രഷറിലായിരിക്കുന്നത്, ഒരു സ്ട്രെസ്സിലായിരിക്കുന്നത്. ആ ഒരു സമയത്ത് അവരുടെ മൈൻഡ് വല്ലാണ്ട് കാര്യമായിട്ട് വർക്കാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുള്ളത് എന്തല്ല, ഒരു എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടാസ്ക് ഓറിയൻറ്റേഷൻ. എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആ ഒരു ടാസ്കിൽ ഫോക്കസ്ഡ് ആണ്. സോ അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്, അവർക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ബ്രെയിൻ സ്റ്റോമിങ് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പൊട്ടൻഷ്യൽ ഫോർ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്. അതായത് ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ ഒരു കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് കിടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്യാൻ തയ്യാറാവില്ല, അവരുടെ ഐഡിയാസ് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ റെഡി ആവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ളത് ഈ ഒരു ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കിൽ എന്തല്ല, എഫക്റ്റീവ് അല്ല. ദെൻ മണി കോസ്റ്റ് എന്ന് പറയുന്നത് അതുമായിട്ട് ഒട്ടും റിലേറ്റ് ചെയ്യാത്തൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ടാസ്ക് ഓറിയൻറ്റേഷൻ എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്, കറക്റ്റ് ആൻസർ ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ആസ് ആൻ അപ്രൈസൽ ടൂൾ? ഒരു പെർഫോമൻസ് അപ്രൈസൽ ടൂളായിട്ട് നമ്മൾ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ടൂൾസിൻ്റെ ലിമിറ്റേഷൻസ് പഠിച്ചിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൻ്റെയും ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ച പെർഫോമൻസ് അപ്രൈസൽ ടൂളിൽ? സ്റ്റാൻഡേർഡ്സ് മേ ബി അൺക്ലിയർ എന്നുള്ളതുണ്ട് അല്ലേ, അതായത് നമ്മൾ ക്ലിയർ അല്ലാത്ത സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ ഹാലോ എഫക്റ്റ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒരാളുടെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുക, അതെന്താണ്, ഒരു പ്രോബ്ലമാണ്. ദെൻ ടൈം കൺസ്യൂമിങ്, അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടില്ല. ദെൻ ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ്, അത് നമ്മൾ പഠിച്ചിട്ടില്ല. ദെൻ ലിനൻസി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഹൈ സ്കോർ കൊടുക്കുക, അതായത് അവർ
വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യാതെ എല്ലാവർക്കും ഒരു ഹൈ സ്കോർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ലിനൻസി എന്ന് പറയാം. അപ്പോൾ ഇതും നമ്മളൊരു പ്രോബ്ലം ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻസ് ആണ് എന്ത്, ഈ ഒരു ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, എ ബി ഇ. ഓക്കെ, എ ബി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക, ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇതിൽ ഹാലോ എഫക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഹോൺ എഫക്റ്റ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഹോൺ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരാളെ അപ്രൈസ് ചെയ്യാം. ഓക്കെ, അതെന്താണ്, അതും ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ ഹാലോ എഫക്റ്റിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഹോൺ എഫക്റ്റ്. അപ്പോൾ അതും ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള സ്റ്റെപ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം നമ്മൾ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരു പ്രോസസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സീരീസ് ഓഫ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന മാനുഫാക്ചറിങ് ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിലാണ്, പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ് അക്കൗണ്ട് യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ പ്രോസസ് 1 ഉണ്ടായിരിക്കും, പ്രോസസ് 2 ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോസസ് 1ലുള്ള ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റും ഈ ഒരു പ്രോസസ് 1ൽ ഉണ്ടാക്കുന്ന ഇൻപുട്സും ഔട്ട്പുട്സും എന്ത് ചെയ്യണം, യൂണിറ്റ്സ് എന്ത് ചെയ്യണം, ഈ പ്രോസസ് 2ലേക്ക് കൊടുക്കണം, ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഏതാണ് വരിക, നമ്പർ ഓഫ് ഡിറ്റർമൈൻ ആൻഡ് അനലൈസ് ദ നമ്പർ ഓഫ് ഫിസിക്കൽ യൂണിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഇൻപുട്സ് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രീവിയസ് പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇൻപുട്സിൻ്റെയും ഔട്ട്പുട്സിൻ്റെയും ഫിസിക്കൽ യൂണിറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുക ആൻഡ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് ഫസ്റ്റ് വരിക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഇ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അതേതാണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. ബാക്കിയുള്ളത് കൂടെ ഒന്ന് നോക്കാം, ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ആൻസറാണ് വരിക. ദെൻ നമ്മൾ ആദ്യം യൂണിറ്റ്സിനെ അനലൈസ് ചെയ്തു, ഡിറ്റർമൈൻ ചെയ്തു. ദെൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം നമ്മൾ കോസ്റ്റ് പെർ ഇക്വലൻറ്റ് യൂണിറ്റ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ എന്നുള്ളത് ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ലാസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇങ്ങനെയുള്ളൊരു ഓർഡറിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെപ്സ് ബാക്കിയുള്ള അതുപോലെ തന്നെ ക്രോണോളജി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇപ്പോഴത്തെ ഒരു ആസ്പെക്റ്റിൽ അതാണ് കൂടുതലായിട്ട് ചോദിച്ച് കാണുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ടാക്സസ് ഓർ GST applicable in the case of supply of goods? ഓക്കെ, നമ്മൾ ഒരു 2 കേസസ് തന്നിട്ടുണ്ട്. ഫ്രം വെസ്റ്റ് ബംഗാൾ ടു ചണ്ഡീഗഡ് ആൻഡ് ഫ്രം പുതുച്ചേരി ടു ചെന്നൈ. ഓക്കെ, വെസ്റ്റ് ബംഗാളിൽ നിന്നും ചണ്ഡീഗഡിലോട്ടും അതുപോലെ തന്നെ പുതുച്ചേരിയിൽ നിന്നും ചെന്നൈയിലോട്ടും. ഇതിൽ വെസ്റ്റ് ബംഗാൾ എന്താണ്, ഒരു സ്റ്റേറ്റ് ആണ്. ചണ്ഡീഗഡ് എന്താണ്, ഒരു യൂണിയൻ ടെറിട്ടറി ആണ് അല്ലേ. പുതുച്ചേരി എന്താണ്, ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. ചെന്നൈ എന്താണ്, ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ പെട്ടെന്ന് കാണുമ്പോൾ പുതുച്ചേരി, ചണ്ഡീഗഡ് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ UTGSTയിലോട്ട് പോകും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ UTGST എപ്പോഴാണ് യൂസ് ചെയ്യുക, UTGSTs നമ്മൾ ആ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ ഉള്ളിലാണ് ആ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ സപ്ലൈ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് എന്ത് യൂസ് ചെയ്യുക, നമ്മൾ UTGSTs യൂസ് ചെയ്യുക. ഓക്കെ, ആ ഒരു ചണ്ഡീഗഡിൻ്റെ ഉള്ളിലാണ് ആ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ചൂസ് ചെയ്യാമായിരുന്നു, ചണ്ഡീഗഡ് ടു ചണ്ഡീഗഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, UTGST ചൂസ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ലെജിസ്ലേച്ചർ, സ്വന്തമായ ഒരു ലെജിസ്ലേച്ചർ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറീസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു UTGST ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ലെജിസ്ലേച്ചർ ഉള്ള ഡൽഹി, പുതുച്ചേരി പോലെയുള്ള യൂണിയൻ ടെറിട്ടറീസിൽ നമ്മൾ സാധാ പോലെ CGSTയും അതുപോലെ തന്നെ SGSTയുമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളിവിടെ ഒരു നോർമൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് പോലെ കണ്ടാൽ മതി. ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലോട്ട് നടക്കുന്നു എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് ഇവിടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. ഓക്കെ, സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ആണെങ്കിൽ ഏതാ വരിക, നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രേറ്റഡ്
GST ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലും എന്ത് തന്നെയാണ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് എന്നുള്ളത് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് വരിക, സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. സോ നമ്മൾ ഏതാ ചൂസ് ചെയ്യേണ്ടത്, IGST ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ ഓപ്ഷൻ വരിക, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടിലും ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ IGST ആണ് യൂസ് ചെയ്യുക. ദെൻ നമ്മൾ വിത്തിൻ ദ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ SGST യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ വിത്തിൻ ദ യൂണിയൻ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ UTGST ആണ്. അവിടെയാണ് നമ്മൾ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത്, സ്വന്തമായി ലെജിസ്ലേച്ചർ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു IGST ആണ്, CGSTയും SGST ആണ് അവർ ചൂസ് ചെയ്യേണ്ടത്. പക്ഷെ സ്വന്തമായി ലെജിസ്ലേച്ചർ ഇല്ലാത്ത ചണ്ഡീഗഡ്, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ, ദെൻ ഡാം ആൻഡ് ഡ്യൂ, അത്തരത്തിലുള്ള യൂണിയൻ ടെറിട്ടറീസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു UTGST ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അതിലാണ് ആ ഒരു UTGST ആണ് അവിടെ ചാർജ് ചെയ്യപ്പെടുക. അപ്പം അത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.